വളരെ ജാഗ്രതയിലായിരിക്കേണ്ട സമയമാണ്. വിശ്വാസികൾ എല്ലാവരും ഉണരേണ്ട സമയമാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ലോകം പോകാൻ പോവുകയാണ്. പലപ്പോഴും നമ്മളിത് ന്യൂസിലൂടെ കേൾക്കുന്നു. പലരിലൂടെയും കഴിഞ്ഞ ദിവസത്തിൽ പോലും കുറച്ച് മണിക്കൂറുകൾ മുമ്പ് വരെയും ഒരു മെസ്സേജ് ഒരു ചാനലിൽ നിന്നും കേട്ടത് മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ മടങ്ങി പോകലിനെക്കുറിച്ചുമൊക്കെയാണ്. വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കുക. സത്യം ഒരിക്കലും മറഞ്ഞിരിക്കത്തില്ല. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഈ ഒരു സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങളെ എല്ലാവരെയും വിളിക്കുകയാണ്, വീണ്ടും വിളിക്കുകയാണ്. വിളിച്ചു, അവൻ വീണ്ടും വിളിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിൻ. ഈ ലോകമല്ല, സ്വർഗമാണ് നമ്മുടെ ഭവനം. ഇത് സത്യമാണ്. ഇതിനെ മറയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് ഹൃദയത്തിൽ ഈ ഒരു ആത്മഭാരമുള്ളവർ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഉണരേണ്ട സമയമാണ്. സ്റ്റേജുകൾ ചവിട്ടിപ്പൊടിക്കുവാനും ഭയങ്കരമായ വാക്കുകളിലൂടെ അനേകരെ എൻകറേജ് ചെയ്യുവാനും മോട്ടിവേഷൻ പറയുവാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ കാര്യത്തിലേക്ക് വരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കുറച്ച് നോർമലി അങ്ങ് പോയാൽ മതി. എല്ലാവരെയും സന്തോഷിപ്പിച്ച് മെസ്സേജ് കഴിയുമ്പം കൈമടക്ക് കിട്ടും. വെള്ള സാരിയും വെള്ള ബ്ലൗസും വെള്ള ചുരിദാറും വെള്ള കോട്ടും ഒക്കെ ഇട്ട് തലയിൽ തുണിയൊക്കെ കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വിട്ടിട്ട് എല്ലാവരും സുഖിച്ചങ്ങ് പോകാം. പിന്നെ കൈമടക്കും കിട്ടും. പിന്നെ 10 പേര് പ്രാർത്ഥനയ്ക്ക് വിളിക്കും. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കിട്ടും. ഇൻ്റർനാഷണലി നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെയാണല്ലോ സഹോദരിമാരും സഹോദരന്മാരും വിചാരിച്ചിരുന്ന ദൈവസഭ. പക്ഷേ അതല്ല എന്ന് കർത്താവ് വരുത്തുവാനായി നിൻ്റെയൊക്കെ ഈ യാത്ര അങ്ങ് മുടക്കും. ആദ്യം പെട്രോളിനെ അങ്ങ് നിർത്തും ദൈവം. എന്നിട്ട് ഈ ഇൻ്റർനാഷണലി പോകുന്ന എല്ലാം അങ്ങ് നിർത്തിയിട്ട് ചവിട്ടിത്തേപ്പുകളൊക്കെ നിർത്തിയിട്ട് എല്ലാത്തിനെയും ഭവനത്തിൽ അടയ്ക്കാൻ പോവുകയാണ് ദൈവം. കൊറോണയ്ക്ക് അടച്ചതുപോലെ ലോകത്തിൽ വലിയൊരു ഡിസാസ്റ്ററിനെ, മാരകമായ രോഗങ്ങളും മാരകമായ ഡിസാസ്റ്ററുകളും വെള്ളപ്പൊക്കങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വരാൻ പോവുകയാണ്. ഓക്കെ, സോ ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരേ ഒരു വിളി നമുക്ക് കേൾക്കാൻ പറ്റും. മനുഷ്യ, നിൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. നെടുമ്പാട് കോളേജിൽ പഠിക്കാത്ത ഒരെണ്ണത്തിന്, മുട്ടിന്മേൽ കോളേജിൽ നിൽക്കാത്ത ഒരെണ്ണത്തിന്, മുട്ടിന്മേൽ കോളേജും നെടുമ്പാട് കോളേജിലും ഫസ്റ്റ് ഷീജ പറഞ്ഞ ആ വാക്കിനെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നെടുമ്പാട് കോളേജും അല്ലെങ്കിൽ മുട്ടിൽ മേൽ നിൽക്കുന്ന കോളേജിലും നിൽക്കാത്ത ഒരെണ്ണത്തിനും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ലോകം അത്രമാത്രം അധപ്പതിച്ചു. സൃഷ്ടാവാം ദൈവം അടങ്ങിയിരിക്കത്തില്ല. കാരണം അവൻ്റെ ജീവൻ്റെ ശ്വാസമാണ് ഈ മനുഷ്യൻ്റെ അകത്തിരിക്കുന്നത്. മനുഷ്യൻ എത്രമാത്രം ലോകത്തിലേക്ക് അനുരൂപമായാലും അതിനെ മടക്കി കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. അത് ദൈവം ചെയ്യാൻ പോവുകയാണ്. വേഗത്തിൽ ഇനി മാക്സിമം ഒരു 75 ഡേയ്സ് 45 ഡേയ്സ് 45 ഡേയ്സാണ് ഇതിൻ്റെ അകത്ത് വലിയ സംഭവം ഉണ്ടാകും. പക്ഷേ ഈ നെടുമ്പാട് കോളേജിലും മുട്ടിന്മേൽ കോളേജിലും നിൽക്കുന്നവനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിറഞ്ഞിരിക്കും. അവൻ ദൈവത്തോട് അനുരൂപമായിരിക്കും. അതുകൊണ്ട് അവൻ തളർന്നു പോകത്തില്ല. രാവിലെ തന്നെ രാത്രി മുതൽ വല്ലാത്ത പ്രതികൂലമായ സാഹചര്യം, എൻ്റെ ശരീരത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ ആ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ആശ്രയം മറ്റാരുമില്ല. കുറേ മണിക്കൂറുകളായി ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച സമയം എങ്ങനെ എഴുന്നേൽക്കും? പക്ഷേ ഇത് യഹോവയാൽ സംഭവിക്കും. നമ്മുടെ ദൃഷ്ടി ഇത് ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം ശക്തമായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ പോയി ചായ ഇട്ടു. സ്തോത്രം. ഇതൊക്കെ നമുക്ക് ആശ്ചര്യമായി തോന്നും. പക്ഷെ ദൈവം നമുക്ക് ട്രെയിനിങ് തരുന്നതാണ് അനേക കാര്യങ്ങൾ. ഹല്ലേലൂയ. ആദാമേ, നീ എവിടെ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ആദാമും ഹവ്വായും ദൈവത്തോട് കൂടെ നടന്ന സമയത്ത്, എന്നാൽ അവർ നഷ്ടപ്പെട്ടു പോയപ്പോൾ, പാപം വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞുപോയി. അതൊരു സ്ഥലം ചോദിച്ചുള്ളൊരു ചോദ്യമല്ല. നീ എവിടെയാണെന്നുള്ള ചോദ്യമല്ല. ആ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ളൊരു ചോദ്യവുമല്ല. നീ എവിടെയാണ്? എന്നിൽ നിന്ന് എന്തുകൊണ്ട് നീ അകന്നു? എൻ്റെ സന്നിധി വിട്ട് എവിടേക്കാണ് നീ പോയത്? അപ്പോൾ പോയത് എവിടെ? എന്തുകൊണ്ട് എന്നിൽ നിന്ന് പോയി? എവിടേക്കാണ് നീ പോയത്? ആ കാര്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ സഭാപ്രസംഗിയിൽ പറയുന്ന പോലെ മടങ്ങി വരും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, അപ്പനും അമ്മയായിക്കോട്ടെ, നിൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും കർത്താവിനെ അറിയാതെ നടക്കുന്നുണ്ടെങ്കിൽ, പിന്മാറ്റത്തിൽ പോയെങ്കിൽ നീ ഭാരപ്പെടണ്ട.
കാരണം ദൈവം നിൻ്റെ കണ്ണുനീരിന് മറുപടി അയക്കും നിശ്ചയമേ. ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? നിന്നോടാണ് ചോദ്യം, എന്നോടാണ് ചോദ്യം. ലോകത്തിൻ്റെ ആകർഷണങ്ങളിലാണോ, പണത്തിൻ്റെ പിന്നിലേക്കുള്ള ഓട്ടമാണോ, ജോലി വിഷയമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും പ്രശസ്തിയിലേക്കും അംഗീകാരത്തിലേക്കുമുള്ള ഓട്ടമാണോ നമ്മളുടേത്? നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് തിരികെ വന്നാട്ടെ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ നെടുമ്പാട് കോളേജ് എന്ന് പറഞ്ഞാൽ അതിന് നെടുമ്പാട് വീണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞാൻ നമ്മളോട് ഓരോരുത്തരോട് യൂട്യൂബിൽ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് ഈ ഹീലിംഗ് മിനിസ്ട്രി ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിനാണോ തെറ്റുപറ്റിയത്? ഇതെല്ലാം ചെയ്തിട്ടും ദൈവവുമായിട്ട് ഈ മനുഷ്യനൊരു ബന്ധമില്ലെങ്കിൽ നീ ചെയ്ത മിറക്കിൾ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഹല്ലേലൂയ. എല്ലാവരും ആ ദൈവത്തിൻ്റെ വചനത്തിനെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, സമയം കൊടുക്കുമ്പോൾ, അതിനെ ഒന്ന് അയവിറക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം തക്ക സമയത്ത് നമുക്ക് ലഭിക്കും. അവൻ്റെ ദയ, നമ്മുടെ പ്രശംസ ദൈവത്തിലാകുമ്പോൾ അവൻ്റെ ദയ നമ്മളെ ചുറ്റുമെന്ന സങ്കീർത്തനം പറയുന്നത്. നോഹയുടെ കാലമൊന്ന് നോക്കിയാൽ, ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയണം, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഈ പറയുന്ന ഓരോന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് ഗ്രഹിക്കുക. സ്തോത്രം. നിങ്ങൾ എങ്ങനെയാണോ വീണ് കിടക്കുന്നത് അവിടെ നിന്ന് ചാടി എഴുന്നേക്ക്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആത്മീയമായ വീക്ക്നെസ്, അതിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ഈ നിമിഷം തന്നെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഉടനീളമായ ഷൊർണൂർ മുതൽ കന്യാകുമാരിയിലുള്ള യാത്രയിൽ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. കാരണം കുറച്ച് ദാഹമുള്ള, ആ കർത്താവിനോട് ചേർന്ന് ക്രൂശ് ചുമക്കാൻ തയ്യാറായിട്ടുള്ള ആ അനേക സ്ത്രീകളെയും പുരുഷന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും കണ്ടു. 12 വയസ്സുള്ളൊരു കുഞ്ഞിനാണ് നമ്മൾ അവസാനം ട്രിവാൻഡ്രത്ത് സ്നാനം കൊടുത്തത്. സ്തോത്രം. 2 യൗവനക്കാർ, ഒരു മാതാവ് സ്നാനപ്പെടുവാനിടയായി. അനേക സഹോദരങ്ങളും സഹോദരന്മാരും ഓർഡിനേഷനിലേക്കും കൈവപ്പ് ശുശ്രൂഷയ്ക്കായി ചോസനായിട്ടും അനേകർ ബ്രേക്ക് ത്രൂകൾ നടക്കുവാനിടയായി. ചിലരൊക്കെ പറഞ്ഞത്, ഇങ്ങനെ ഒരു ദൈവിക സ്നേഹം ഞങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, ഞങ്ങളെ വന്ന് കാണ്, ഞങ്ങളുടെ അടുത്ത് വാ, ഇതൊക്കെയാണ് കണ്ടത്. പക്ഷേ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. സ്തോത്രം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിനക്ക് അല്പമേ ഉള്ളൂ, പക്ഷേ കർത്താവിൻ്റെ കൃപ നിനക്ക് കൂടെയിരിക്കും. അവനിൽ ആശ്രയിക്ക്, അവൻ്റെ മുഖത്തേക്ക് നോക്ക്. അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയായ ദൈവമാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. സോ നോഹയുടെ പരിശുദ്ധാത്മാവ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമായിരിക്കും. എന്താണ് പറയുന്നത്? മത്തായി സുവിശേഷം 24:37 പറയുന്നു, അവർ ഭക്ഷിച്ചു, കുടിച്ചു, വിവാഹം ചെയ്തു, സാധാരണ ജീവിതം പോലെ അവരങ്ങ് മുന്നോട്ട് പോവുക, ഇപ്പം നടക്കുന്നത് പോലെ. എന്നാൽ നോഹയ്ക്ക് മാത്രം ഒരു ആത്മഭാരമുണ്ടായി. എന്താണ്? തയ്യാറാകുക, അതുപോലെ തന്നെ തയ്യാറാക്കുക. ഇന്നും ഈ ഒരു ആത്മഭാരമുള്ള നിങ്ങൾ ആണെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ട്. ഇന്നും സഭയ്ക്ക് ആ വിളിയുണ്ട്. എല്ലാവരോടും ചോദിക്കുകയാണ്, ഉണരുക, തയ്യാറാവുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. കാരണം പ്രശ്നം, ഈ ലോകം എത്ര ഹിൻറ്റ് നമുക്ക് തരുന്നു, ഇൻഡിക്കേഷൻസ് തരുന്നു, വാർണിംഗ് തരുന്നു. നമുക്ക് ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ നമ്മുടെ മക്കൾ, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ഇന്നലെ വൈകിട്ട് നമുക്ക് അലേർട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടുന്നത്. മിസൈൽ അലേർട്ട്. ഹല്ലേലൂയ. വളരെ ജാഗ്രതയിലിരിക്കുക. നിങ്ങളൊന്ന് ന്യൂസുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കാലം അതിൻ്റെ സമീപത്തിലേക്ക്, അവസാനത്തിലേക്ക് വന്നിരിക്കും. നമ്മൾ അന്ത്യകാലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ എന്തോ ചിന്തിക്കുന്നത്? എൻ്റെ 2 കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാനിടയായി 1 മാസം മുമ്പ്. അത് കൈകൊട്ടും ബഹളത്തിലും ഒന്നുമല്ല. ഞങ്ങൾ എത്രയോ പ്രതികൂലത്തിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാനിടയായത്. ഹല്ലേലൂയ. ഇതൊന്നും മനുഷ്യരോട്, സാധാരണക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു ധൂർത്തപുത്രൻ വീട്ടിലേക്ക് മടങ്ങി വന്നവൻ, യേശു പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മകൻ പിതാവിൻ്റെ ഭവനമാണ് വിട്ടുപോയത്. അവൻ ലോകത്തിൻ്റെ വഴികളിലൂടെ പോയി, അവനെ ആകർഷിച്ചു. അത് ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയേക്ക് ആകർഷിക്കുവാൻ, ലോകം ആകർഷിക്കുവാൻ ഇടയാകുന്നത് ഈ മണ്ണിൽ നിന്നാണ് അവൻ്റെ ശരീരത്തെ എടുത്തത്. അതുപോലെ തന്നെ ഒരു സ്ത്രീയിലേക്ക് ആകർഷിക്കുവാൻ ഒരു പുരുഷൻ കാരണമാകുന്നത്, ഒരു പുരുഷനിലേക്ക് ഒരു സ്ത്രീക്ക് ആകർഷണം വരുന്നത് ഈ ശാരീരികമായ സുഖങ്ങളിലേക്കും അട്രാക്ഷനിലേക്കും ഇത്രയും പോകുവാനും അവരുടെ മനസ്സ് പരസ്പരം അനുരൂപമാകുവാനും കാരണമായത് മനുഷ്യനിൽ നിന്നാണ് സ്ത്രീയെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ എടുത്തത്. പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല.
രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവം ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ എന്നാണ് പേരിട്ടത് അവർക്ക്. ഉൽപ്പത്തി 5:2 വാക്യം. സോ ഈ ടീമിലേക്ക് ഈ ഡെപ്തിലേക്ക് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ ക്രിയേഷൻ നമുക്ക് മനസ്സിലാക്കുമ്പോൾ, എൽ ഷദായിൽ എൽ ഷാദ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു അമ്മയുടെയും അപ്പൻ്റെ, അമ്മ ഓമനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ, രണ്ടും കൂടെ ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമാകുമ്പം നമ്മളിൽ കോപം ഉണ്ടാകും, ഈർഷ്യ ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും, താലോലിക്കലുണ്ടാകും. ആവശ്യമില്ലാത്തത് നമ്മൾ നിൽക്കത്തില്ല. എല്ലാം വിശുദ്ധത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാത്തിനും കിടന്ന് ഉരുളുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. എല്ലാവരും നമുക്ക് വേണം. കാരണം സഭ വിട്ടുപോയാൽ കൈക്കൂലി കിട്ടത്തില്ല, പിന്നെ പൈസയില്ല, പിന്നെ സഭയിൽ ആളില്ല, അവിടെ കുറഞ്ഞ് ഇവിടെ കുറഞ്ഞ്. ഇതാണ് എല്ലാവരുടെയും നോട്ടം. ഇതിനെല്ലാവരും മാറ്റം വരട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദൈവം അതിൻ്റെ ആ വ്യവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരും. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് മടങ്ങി വന്നവൻ, അവൻ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന് എപ്പോൾ അവൻ തീരുമാനിച്ചോ, ലൂക്കോസ് 15:18, ലൂക്ക് ചാപ്റ്റർ 15:18, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകും. ഞാൻ എന്ന വ്യക്തി, എൻ്റെ സോൾ, എൻ്റെ സ്പിരിറ്റ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കണം. മറിയ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടതുപോലെ ആ പിതാവിലേക്കുള്ള യാത്ര അവന് തുടങ്ങുകയാണ്. റീസ്റ്റാർട്ട്, റീമേക്കറാണ് നമ്മുടെ ദൈവം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ. അവൻ മടങ്ങി വന്നപ്പോൾ പിതാവ് അവനെ നിരസിക്കുകയല്ല, പിതാവ് അവനെ സ്വീകരിക്കുകയാണ് 2 കരവും നീട്ടി. ഇതാണ് ഇന്നത്തെ നമ്മളോടുള്ള ആഹ്വാനം. ദൈവം നമ്മളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പിന്നോട്ട് പോയവരെ, മടങ്ങിപ്പോയവരെ, ക്രിസ്തുവിൽ നിന്ന് അകന്നവരെ, പിതാവിൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്കായി ഇപ്പോഴും ആ സ്ഥലം ഒരുങ്ങിയിരിക്കുകയാണ്. മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. ആമേൻ. പന്നിയുടെ ഉദാഹരണം, തല ഉയർത്തി നോക്കിയ പന്നിയുടെ ആ ഒരു കഥ ഞാൻ പറഞ്ഞായിരുന്നു. പന്നി സാധാരണയായി തല താഴ്ത്തി മണ്ണിൽ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, വിസർജനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന, വേസ്റ്റ് മാത്രം തിന്നാൻ ജനിച്ച ഒരു പന്നി. ഒരിക്കൽ അതിനെ കെട്ടി സൈക്കിളിൽ ഒരു മനുഷ്യൻ കൊണ്ടുപോവുകയാണ് കൊല്ലാനായിട്ട്. അപ്പോഴാണ് അത് ആകാശം കാണുന്നത്. വല്ലവനും ഒന്ന് കെട്ടിയിട്ട് തല തിരിച്ചിട്ടപ്പോഴാണ് ആകാശം കാണുന്നത്. കെട്ടി നിൻ്റെ അവസ്ഥ ഒരു മനുഷ്യൻ്റെ അണ്ടറിലേക്ക് വന്ന് അവൻ്റെ ആ കഷ്ടകാലം വന്നപ്പോഴാണ് അവൻ സ്വർഗം, ആകാശം കാണാനിടയായത്. എത്ര വിശാലമായതാണ്. ഇത് തിരിച്ചറിയുന്നത് പോലെ നമ്മളും ഇതുപോലൊരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരും. ലോകത്തെ മുഴുവനും ഉടയ്ക്കും. ഒരു ഇപ്പം മതിലുകളൊക്കെ കെട്ടി, ഇപ്പോൾ അയൽവാസികളൊന്നും വേണ്ട, ആരും വേണ്ട, വ്യവസ്ഥയും വേണ്ട, ഒന്നും വേണ്ട. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു വേർപാടുകളുണ്ട്. ആത്മീയമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ ആത്മീയമായി അവരോട് സുവിശേഷം പറഞ്ഞതിനെ പ്രതി അവർ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നു, അവർ വാതിൽ കൊട്ടിയടച്ച്, അതിനെക്കുറിച്ചല്ല. അല്ലാതെ ഈ അഹങ്കാരം കൊണ്ട് ചിലരുണ്ടല്ലോ. ആമേ. സോ ദൈവം ഒരു ഉടയ്ക്കാൻ പോകും ലോകത്തെ മുഴുവനും. ലോകത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം എല്ലാവരെയും ഇളക്കാൻ പോവുകയാണ്. നമ്മുടെ പണം, നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ പദവി, നമ്മുടെ പ്രശസ്തി, നമ്മുടെ മനുഷ്യൻ്റെ കയ്യടി, ലൗകിക ആകർഷണങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ദ്രവ്യാഗ്രഹം, നമുക്ക് ചിലരോട് സംസാരിക്കുമ്പോൾ ഒരു സുഖം, ഇതെല്ലാം ഒന്ന് മാറ്റി സ്വർഗത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് നോക്കിക്കുന്നൊരു സമയം വരികയാണ്. ആമേൻ. നീ തിരിച്ചറിയും. നീ പണത്തിൽ ആശ്രയിച്ച് അതിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൻ്റെ അതങ്ങ് മാറ്റും ദൈവം. നീ പൈസ കൊടുത്താലും കിട്ടാത്തൊരു സമയം വരും. കാരണം ഓക്സിജൻ വാങ്ങാനില്ലാത്തൊരു സമയമുണ്ടായി. എത്ര പൈസ ഉണ്ടായിട്ടും. എത്രയോ പേര് അവസാന ശ്വാസത്തിൽ വരെയും നമ്മളെ വിളിച്ച് സംസാരിച്ചവരുണ്ട്. കൊറോണ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിൻ്റെ ലക്ഷ്യം ദൈവമാകട്ടെ. യഥാർത്ഥമായ നിൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാകട്ടെ. നിൻ്റെ നിത്യഭവന സ്വർഗമാണ്. നീ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്ന് നീ വിളിച്ചു പറയണം. ഇത് ദുഷ്ടലോകമാണെന്ന് നീ വിളിച്ചു പറയാത്തിടത്തോളം കാലം നിനക്ക് സമാധാനം തരത്തില്ല ദൈവം. എല്ലാവരുടെയും വായികളെ തുറപ്പിക്കും. എല്ലാ കഴുതകളുടെ വായിനെ ദൈവം തുറപ്പിക്കും. ഈ ലോകം നമ്മുടെ ഭവനമല്ല. തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വം, നമ്മുടെ എറ്റേണൽ ഹൗസ്. ഇവിടെ റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടർ ഐ ഡിക്കൊക്കെ വേണ്ടി അങ്ങ് ലൈൻ നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ എന്തോരം ലൈനാണ് അവിടെ. എപ്പോൾ ചെന്നാലും അവിടെ ലൈനാണ്. ഈ നാട്ടിലുള്ളവർ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ലൈൻ നിൽക്കുമ്പോൾ ആണ്ടിലും വർഷത്തിലും നാളുകൾ ശേഷം വരുന്നവർ എന്ത് ചെയ്യാൻ പറ്റും? ലൈനാണ് അവിടെ, ഭയങ്കര ലൈനാണ്. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്.
അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ മാത്രം മുഴുകി നിൽക്കുന്ന ദൈവമക്കളും വിശ്വാസികളോടും പറയണം. 1 യോഹന്നാൻ 2:15 നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. 1 John 2:15 1 യോഹന്നാൻ 2:15 നമ്മളോട് പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇത് ലോകത്തിലെ മനുഷ്യരെ വെറുക്കുക എന്ന് പറയുന്നതല്ല. പാപകരമായ വഴികളിൽ നമ്മുടെ ഹൃദയം എവിടെയും ബന്ധിക്കപ്പെട്ടിരിക്കരുത്. നമുക്കിനിയും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ കൂട്ടാനുള്ള യാത്രകളും ഫേമസ് ആകാനും കയ്യടി വാങ്ങാനുള്ള നിർത്തിയിട്ട് ക്രിസ്തുവിലേക്ക് ജനത്തെ അടുപ്പിക്കുന്നതാകട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കുന്നതാകട്ടെ. യേശു തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. യോഹന്നാൻ 17 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ എല്ലാവരും ഒന്നാകേണ്ടതിന് 17:21 യേശുവിൻ്റെ ഹൃദയം ജോൺ ചാപ്റ്റർ 17:21 കാണുന്നത് 17:21 യേശുവിൻ്റെ ഹൃദയം തൻ്റെ സഭയെക്കുറിച്ചാണ്. സഭയുടെ ഹൃദയം ഈ കർത്താവിൽ കേന്ദ്രീകരിച്ചതാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും നമ്മളെ മറക്കത്തില്ല. സഭയ്ക്ക് വേണ്ടി 24 മണിക്കൂറും റോമാലേഖനം 8 നമ്മൾ കാണുന്നു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭ ഒന്നാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തൻ്റെ മണവാട്ടി ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. അവൻ തൻ്റെ ജനത്തെ വീണ്ടും ഒന്നിപ്പിക്കും, തിരിച്ചു കൊണ്ടുവരും. മറന്നുപോയവരെ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരും. കഷ്ടം കൊടുക്കും, അവർക്ക് മടക്കി കൊണ്ടുവരും. യോബ് 33 പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ അവരെ മടക്കി കൊണ്ടുവരും. അവർ ഒരു വീക്ക്നെസ്സിലേക്ക് പോയത്, മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ മ്ലേച്ഛതയിലോ പോയത് അവരുടെ വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ്സിനെ ദൈവം ഉടയ്ക്കും. പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥനയിലേക്ക് ദൈവമേ എന്ന് മുട്ടും മടക്കുന്നൊരു സമയമുണ്ടാകും. വചനത്തിൽ നിന്നകുന്നവരെ വീണ്ടും ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരും, ആഴിയിലേക്ക് കൊണ്ടുവരും. ആമേ ഗുപ്തനിധികളെ കാണിച്ചു കൊടുക്കും. യേശുവിൽ നിന്നാകുന്നവരെ വീണ്ടും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. ഈ ഭൂമിയിലുള്ള ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടിയവരെ ക്രിസ്തുവിൻ്റെ ആമേ സ്വർഗീയമായ ആ ദർശനത്തിന് വേണ്ടിയിട്ടും എന്താ പറയുക, സ്തോത്രം, ഇത്രമാത്രം ആഴമുള്ള ഈ ഗുപ്തനിധികൾ എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകം 21 പറയുന്നത് പോലെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഭവനം ദൈവം ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. ഈ ഭൂമിയിലൊരു ചെറിയ റൂബിയോ ഡയമണ്ടോ കിട്ടിയാൽ സന്തോഷിക്കുന്ന മനുഷ്യൻ, അതിൻ്റെ അകത്ത് നീ വസിക്കുകയാണെങ്കിൽ, അതുകൊണ്ടൊരു ഭവനം നിനക്കുണ്ടാകുമെങ്കിൽ എങ്ങനെയായിരിക്കും നീ അവിടെ ആത്മീകൻ എങ്ങനെയായിരിക്കും? സ്പിരിറ്റ് ലീവിങ്. ആമേ ദൈവത്തെ പോലെ നമ്മളും അവനോട് ചേർന്നിരിക്കും, അവനോട് അനുരൂപമാകുവാൻ അതിനാ പറഞ്ഞത്. ഇതൊക്കെ വിട്ടിട്ട് മനുഷ്യരിങ്ങനെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രെയർ റിക്വസ്റ്റും കരച്ചിലും ബഹളവും. യെശയ്യാവ് 60:1 പറയുന്നു, ആരോടൊക്കെയോ പറയാണ്, എഴുന്നേൽക്കുക, നിങ്ങളോട് പറയാണ്, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. സഭയെ എഴുന്നേൽക്കുക. ഉറങ്ങിക്കിടക്കുന്ന സമയമല്ലത്, ഉറക്കത്തിൽ കിടക്കുന്നവരെ എഴുന്നേൽക്കുക. ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പാടാണ്, പക്ഷെ നിങ്ങൾ ഉറങ്ങുന്നുവെങ്കിൽ എഴുന്നേൽക്കുക. ഇത് ലോകത്തിൻ്റെ മുങ്ങിക്കിടക്കേണ്ട സമയമല്ലത്. ശബ്ദത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട സമയമാണ്. റോമാലേഖനം 13:11 നമ്മളോട് പറയുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണരുവാനുള്ള സമയമായിരിക്കുന്നു. എത്ര ശക്തമായ വാക്കാണിത്! ഉറക്കം, ഉണരുവാനുള്ള സമയം. ഒരു സമയം ഈ ഭൂമിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫിനിഷ്. നിൻ്റെ റേസ് തീർന്നു. നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഇനി കിരീടം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കിരീടത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? ദൈവം നീതിയുള്ള ദൈവമാണ്. ഹൃദയത്തെയാണ് അവൻ വിവേചിക്കുന്നത്. ഹൃദയത്തിൽ നിന്നുമാണ് അവൻ നമുക്ക് ജഡ്ജ്മെൻറ്റിൽ, ഹൃദയമാണ് അവിടെ എടുക്കുന്നത്. നമ്മുടെ നിരൂപണങ്ങൾ ഈ ഭൂമിയിലിരുന്നപ്പോൾ നമ്മൾ ചെയ്തെല്ലാം ഈ ബ്ലാക്ക് ബോക്സ് പോലെ, ഈ ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് പോലെ എല്ലാം അതിൻ്റെ അകത്ത് റെക്കോർഡഡാണ്. നമ്മുടെ നിരൂപണങ്ങൾ, ചിന്തകൾ ആരും അറിഞ്ഞില്ല, പക്ഷെ ദൈവം അറിഞ്ഞു. ഭാര്യയിരിക്കെ വേറൊരു ഭാര്യ, ഭർത്താവിരിക്കെ വേറൊരു ഭർത്താവ്, രണ്ടുമിരിക്കെ രണ്ടും കാര്യങ്ങൾ, വേറെ കാര്യങ്ങൾ, ചിന്തകൾ. നിൻ്റെ പുറമേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയും, അകമേ നിൻ്റെ ചീറിക്കടിക്കുന്ന സിംഹം പോലെ നിൻ്റെ സ്വഭാവം. ചിലതിനെയൊക്കെ തൊട്ടപ്പോഴല്ലേ ഈ പ്രാവശ്യം മനസ്സിലായത്. പാസ്റ്റർ തന്നെ പറയാണ്, ഞാനോ പോത്തില്ല. പുള്ളിയെ പോത്തില്ലെന്നെങ്കിൽ ആ സഭയുടെ അവസ്ഥ എന്താണ്? ഒരു ദൈവദാസൻ പറയുമ്പോൾ ആ സഭയുടെ അവസ്ഥ എന്തുവാ? ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഇവനെയൊക്കെ തകർക്കും, ഇവനെയൊക്കെ ഉടയ്ക്കും. ആ ജനത്തെ വിടുവിക്കും ദൈവം അടിമത്തത്തിൽ നിന്ന്. 24-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ നമ്മൾ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും കഷ്ടതകളും ഈ മുന്നറിയിപ്പ് നമ്മൾ കാണുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന കാര്യമാണ്. വന്നില്ല, ശ്രദ്ധിക്കുക. ഇത് തുടക്കമാണ്, ഈറ്റുനോവാണ്, ദുരന്തങ്ങൾ. ഇത് അവസാനമെന്നല്ല. ഓരോ ദുരന്തങ്ങളും കണ്ട ഉടനെ ഇത് അവസാന ദിവസമെന്ന്
തീയതി നിശ്ചയിക്കാനല്ല യേശു പറഞ്ഞത്. നിൻ്റെ ജീവിതത്തിൽ അത് അവസാനത്തെ നിമിഷമാണ്. നീ ഉണരണം. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ചെയ്യും, അതത് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. നിങ്ങൾ ഒരുങ്ങുക. മത്തായി സുവിശേഷം 24:44 പറഞ്ഞു, നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഏത് സമയത്താണ് കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ നിൻ്റെ അവസാനമെന്നറിയത്തില്ല. നീ ചെയ്തതിനാണ് നിനക്ക് പ്രതിഫലമുള്ളെങ്കിൽ നീ എന്ത് ചെയ്തിട്ടാണ് പ്രതിഫലം വാങ്ങാൻ അവിടെ പോയി നിൽക്കുന്നത്? നീ എവിടെയെങ്കിലും അനേക സഹോദരിമാരെ ഞാൻ കണ്ടുമുട്ടി. ഈ പാട്ടുള്ള സഹോദരിമാരെയും കണ്ടു. എങ്ങനെയാണെന്നറിയാമോ? വായ കൊണ്ടെല്ലാം പറയും, പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങത്തില്ല. അവർ നാണക്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് നീ ചെയ്യുമെന്ന് പറയും. നീ ആദ്യം ചെയ്തിട്ട് മറ്റുള്ളവരോടും പറയുക. സ്തോത്രം. നീ നിൻ്റെ അകത്ത് വന്നതായിരിക്കണം വെളിപ്പാടായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. പിന്നോട്ട് പോയവരെ ദൈവം നിങ്ങളെ മറന്നിട്ടില്ലെന്ന് ഓർക്കുക. നിങ്ങൾ അവരെക്കുറിച്ച് ഭാരപ്പെടണ്ട. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കൽ വരാനാണ് മത്തായി 11:28 പറയുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ വചനം നിങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ട്? ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നതിനെക്കുറിച്ചാണോ? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ കർത്താവിലേക്ക് വരും. അവൻ്റെ ലഘുവായ ചുമട് നിങ്ങൾ ചുമക്ക്. നമ്മൾ പറയും എത്ര പാടാണ് സുവിശേഷ വേല ചെയ്യാനായിട്ട്, എത്ര പ്രതികൂലമാണ്, ഇതൊന്നും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഇത് പ്രതികൂലമായിട്ട് തോന്നില്ല. എനിക്ക് ഷൊർണൂർ മുതൽ കന്യാകുമാരി വരെ എങ്ങനെ യാത്ര ചെയ്ത് ഈ സ്പൈനൽ പ്രോബ്ലമുള്ള ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. കാരണം എനിക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ ചാർച്ചക്കാർ, ബന്ധുക്കൾ, സമൂഹം, ലോകം, അതിൻ്റെ ഇടയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. 7 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യണം. ഹല്ലേലൂയ. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് തിരിച്ച് ഞാൻ ദുബായിലെത്തി. എനിക്ക് പോലും അറിയത്തില്ല ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന്. നീ എത്ര ദൂരം പോയാലും ദൈവമക്കളെ, ക്രിസ്തുവിലുള്ള വഴി നിന്നെക്കുറിച്ചുള്ള അടഞ്ഞിട്ടില്ല. നീ മടങ്ങി വരണം. നിനക്ക് ദൈവത്തിൻ്റെ ലഘുവായ ചുമട് നീ ചുമക്കാം. അവൻ്റെ അടുക്കിലേക്ക് വരണം. ഒരാഗ്രഹം നിനക്കുണ്ടായാൽ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം അത് ചെയ്തു. ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. എങ്ങനെ എവിടെയൊക്കെ സ്റ്റേ ചെയ്യും, എങ്ങനെയായിരിക്കും യാത്ര, എങ്ങനെയുള്ള മനുഷ്യരെ കണ്ടുമുട്ടുന്നു, എങ്ങനെ പുതിയ പുതിയ ആളുകളോട്. സ്തോത്രം. എല്ലാ സ്ഥലങ്ങളിലും ആ ദൈവാത്മാവ് പറഞ്ഞത് മാത്രം ചെയ്ത് മടങ്ങി വരാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവമക്കൾ എത്ര പ്രാർത്ഥിക്കാതിരുന്നാലും, എത്ര ദൂരെ പോയാലും, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എത്ര അകന്നാലും, പഴയ ജീവിതം നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് മറഞ്ഞു പോയെങ്കിലും നിന്നെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹോശേയയിലൂടെ ദൈവം ഒരു വിളിക്കുന്നുണ്ട്. 14:1 പറയുന്നു, ഹോശേയ 14:1, ഹോശേയ ചാപ്റ്റർ 14:1, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നീ മടങ്ങി വരിക. ഹോശേയ മാരീഡ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് വുമൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ എത്ര മാത്രം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ അതിനെ മടക്കിക്കൊണ്ടുവരുന്നൊരു ദൈവം. മടങ്ങി വരിക. ദൈവം നിന്നെ നശിപ്പിക്കാനല്ല വിളിക്കുന്നത്, നിന്നെ പുനഃസ്ഥാപിക്കാനാണ്, യഥാസ്ഥാനപ്പെടുത്താനാണ്, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കാനാണ്. ഇന്ന് അനേക എണ്ണത്തിന് നിങ്ങൾ നോക്കിക്കോ, എവിടെയെല്ലാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരുണ്ടോ അതിനെയെല്ലാം മൈറ്റിയായിട്ട് ദൈവം മടക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഈ ഡ്രാമ കളിച്ചു ഈ സ്റ്റേജ് പൊട്ടിത്തെറിപ്പിച്ചതിനെല്ലാം ദൈവം ഒതുക്കാൻ പോവുകയാണ്. ഇതിനെല്ലാം അടിച്ചമർത്തും. കാരണം ദൈവം വിസ്റ്റം കൊടുക്കാൻ പോകും ജനത്തിന്. ഇവരുടെയൊക്കെ ഡ്രാമകൾ, ഇവരൊക്കെ നാണിച്ചിരിക്കും, അയ്യോ തെറ്റുപറ്റിപ്പോയെന്ന്. ഓരോ ദൈവദാസന്മാരും പുറത്തു വന്ന് പറയുന്നു തെറ്റുപറ്റിപ്പോയെന്ന്. നമ്മുടെ കൊച്ചുണ്ണി ഉപദേശിയുടെ മോൻ പറയുന്നു ഇപ്പോഴ് തെറ്റുപറ്റിപ്പോയി. പലപ്പോഴും പല ദൈവദാസന്മാരും നമ്മൾ കേൾക്കുന്നു തെറ്റുപറ്റിപ്പോയി. ഇവരെല്ലാം മടക്കി കൊണ്ടുവരുന്ന പോലെ മൈറ്റിയായി ഇനി ഇവരെ ഉപയോഗിക്കും. അനേകരെ മടങ്ങി വരുന്നതിനെല്ലാം ദൈവം ഉപയോഗിക്കും. വെളിപ്പാട് പുസ്തകം 21:3 പറയും, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുമെന്ന. ഈ കൂടാരത്തിൽ ഇപ്പോൾ അവൻ മൺകൂടാരത്തിൽ നമ്മുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ എന്നേക്കും നമ്മളുമായിട്ടൊരു വാസമുണ്ട് ദൈവമക്കളെ. ഇതാണ് നമ്മുടെ അന്തിമമായ പ്രത്യാശ. ഇതാണ് നമ്മൾ പറയേണ്ടത്. ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിച്ചല്ല, ലോകത്തിൻ്റെ പ്രശസ്തിയല്ല, ലോകത്തിൻ്റെ കയ്യടിയല്ല. ദൈവത്തിൻ്റെ സന്നിധിയാണ് നമ്മുടെ ദൈവരാജ്യം. ക്രിസ്തുവിനോടുകൂടിയുള്ള നിത്യജീവൻ. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സ്നാനപ്പെട്ടത്? അതിൻ്റെ ആളുകളെ നിങ്ങൾ വളർത്തിയോ? നാശത്തിലേക്കല്ലേ നിങ്ങൾ ചവിട്ടി കൊണ്ടുപോകുന്നത്? ഈ ബഹളം വെച്ച്, ഈ ഭയങ്കര വിടുതൽ ശുശ്രൂഷയും കാണിച്ച്. കർത്താവ് പറയുന്നു മത്തായി 7 ഞാൻ നിങ്ങളെ അറിയുന്നില്ല, കാരണം നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടമല്ല ചെയ്തത്, നിൻ്റെ ഇഷ്ടമാണ് നീ ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ഒരു വിളി നമ്മൾ കേൾക്കുകയാണ്, സഭയെ എഴുന്നേൽക്കുക. നിങ്ങളെല്ലാവരും എഴുന്നേൽക്കാൻ തയ്യാറാണോ? അതോ നിങ്ങൾ സൂം മീറ്റിംഗ് ചെയ്ത് ഫേമസ് ആകാൻ നോക്കുകയാണോ?
പ്രാർത്ഥിച്ച് ഫേമസ് ആകാൻ നോക്കുകയാണോ? നിങ്ങളുടെ നെടുമ്പാട് വീണ് കിടന്ന് പ്രാർത്ഥന, അവൻ്റെ 24 മണിക്കൂർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്നാണ്. തണുത്തുപോയവരെ വീണ്ടും നിങ്ങൾ തീ കത്തട്ടെ. മടക്കി വരിക. പ്രാർത്ഥന, മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനത്തിലേക്ക് മടങ്ങി വരുവാൻ. മുട്ടുമടക്കാൻ പറ്റത്തില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് മടങ്ങ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിന്ന് അകന്നവരെ വീണ്ടും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം കൊണ്ടുവരുവാണ്. വലിയൊരു ഡിസാസ്റ്ററിനെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ഇതൊന്നും നമ്മുടെ എറ്റേണിറ്റി അല്ല, സ്വർഗമാണ് നമ്മുടെ പൗരത്വം. ദൈവം നമ്മളെ വിളിക്കുന്നു, മടങ്ങി വരിക. ധൂർത്തപുത്രനെ പോലെ മടങ്ങി വരിക. നോഹയെ പോലെ തയ്യാറാവുക. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക. യേശുവിലേക്ക് നോക്കുക. നിന്റെ കണ്ണുകൾ ഈ ഭൗതികമായ കാര്യങ്ങളെ വിടുതൽ കാണിക്കുന്ന യേശുവിനെ അല്ല, ആത്മാവെന്ന യേശുവിനെ, യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. മറിയ തിരിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതുപോലെ സ്വർഗത്തിലാണ് ഇനി നിങ്ങളുടെ പൗരത്വമുള്ളത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ശിഷ്യന്മാരോടും പറഞ്ഞത്. പൗലോസും പത്രോസും യോഹന്നാനും സ്തേഫാനോസും എല്ലാം ഈ കാഴ്ചപ്പാടിലൂടെ പോയവരാണ്. യേശു ക്രിസ്തു തന്നെ യോഹന്നാൻ്റെ തലവെട്ടി വെച്ചപ്പോൾ പാത്രം അവിടെ നിന്നുകൊണ്ട് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ്റെ പുറകെ പോയില്ല അവനെ രക്ഷിക്കാനായിട്ട്. അറിയാം അവനെ സ്വർഗത്തിൽ കാണുമെന്ന്. സ്തോത്രം. കാരണം രക്ഷകൻ വന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് കർത്താവിൻ്റെ ആദ്യത്തെ പ്രൊക്ലമേഷൻ തന്നെ. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. പലരും ഇന്ന് ഞാൻ ചിലരെയൊക്കെ കണ്ടുമുട്ടുവാനിടയായി. പല സ്ഥലങ്ങളിലും ഈ ജേർണിയിൽ പൈസ ഉണ്ടാക്കുക, കാര്യങ്ങൾ നേടിയെടുക്കുക, മക്കളെ ഒന്ന് എവിടെയെങ്കിലും എത്തിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അതല്ല എങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. കർത്താവ് യേശുവേ വരേണമേ. 22:20 വെളിപ്പാട്. ഇതാണ് സമയം, ഇതാണ് വിളി, ഇതാണ് ഉണർവ്. എഴുന്നേൽക്കുക. ദൈവം നിങ്ങളെ തൻ്റെ രാജ്യത്തിനായി വീണ്ടും വിളിക്കുന്നു. ഈ ലോകം നമ്മുടേതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലേക്കാണ്. നെടുമ്പാട് കോളേജിൽ പഠിക്കാത്ത, മുട്ടിന്മേൽ കോളേജിൽ പഠിക്കാത്ത ഒറ്റയൊരെണ്ണവും ഇനി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉണർവിൻ്റെ കാറ്റൊരു തീ നിങ്ങളിലേക്ക് സ്പർശിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഉണരട്ടെ. ദ്രവ്യാഗ്രഹികളാകാതെ, ഈ വാവിഷ്ടന്മാരുടെ പുറകെ പോകാതെ, അവിടെയുണ്ട് യേശു, ഇവിടെയുണ്ട് യേശു, ആ വിടുതൽ, ഈ വിടുതൽ, അവിടെ റിട്രീറ്റ്, ഇവിടെ ഇതെല്ലാം നിന്നിട്ട് സഭകളുടെ ബിൽഡിങ്ങുകളെല്ലാം തകർത്ത് എല്ലാത്തിനെയും വീട്ടിൽ കൊണ്ടുവന്ന് മടക്കി ഒതുക്കി എല്ലാത്തിനെയും കുട്ടപ്പന്മാരായി ദൈവം മടക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അനേകരെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ടൈം. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു.